ഇന്ന് കർക്കിടകം 1. ഇനിയുള്ള ഒരു മാസക്കാലം പ്രാർത്ഥനയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും നാളുകളാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. വറുതിയെ ഭയന്ന് തള്ളി നീക്കിയ നാളുകളെന്ന് പഴമക്കാർ പറയുമ്പോഴും പുതുതലമുറയ്ക്ക് കർക്കിടകം എന്നാൽ പതിവ് പോലെ കടന്നുപോകുന്ന ഒരു മാസം മാത്രമാകുന്നു. കർക്കിടകമഴ ആർത്തുലച്ചു പെയ്യുന്ന രാമായണ മാസക്കാലം. വീടുകളിൽ നിന്ന് രാമായണ ശീലുകൾ. ശ്രീരാമ രാമ രാമ സീതാഭി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ദുർഘടങ്ങളെ ഓർത്ത് പേടിയോടെ വീടിനുള്ളിൽ കൊടുമഴയത്ത് കഴിച്ചുകൂട്ടിയ ആ കാലമെല്ലാം വായിച്ചും കേട്ടറിവും മാത്രമാകുന്നു. പുതുതലമുറയ്ക്ക് കർക്കിടക മാസമെന്നാൽ വെറും ഒരു മഴക്കാലം മാത്രം. പഞ്ഞമാസത്തെ ഭയന്ന് പ്രാർത്ഥനയോടെ വീടുകളിൽ കഴിഞ്ഞ ദിനങ്ങൾ. പഴമക്കാർക്ക് ആ കാലത്തെക്കുറിച്ച് പറയാനും ഏറെ. മുപ്പട്ട വെള്ളിയാഴ്ച എന്ന് പറയും. ആദ്യത്തെ വെള്ളിയാഴ്ച, കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിട്ട് ഭക്ഷണത്തിന് ഞങ്ങൾ കനകപ്പൊടി വെക്കുക എന്ന് പറയും. നെല്ല് കുത്തിയിട്ട് അതിൻ്റെ തവിട് അരി എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ച് പത്തില കൊണ്ട് തോരൻ വെച്ചും കർക്കിടക കഞ്ഞി കുടിച്ചും കാലത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ പേടിയോടെ കണ്ടുനിന്ന ഒരു കർക്കിടക കാലം വിസ്മൃതിയിൽ മാത്രമാകുന്നു. മഴ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് കർക്കിടകം എങ്ങനെ പെയ്യുമെന്നാണ് ഇനി കാതോർക്കേണ്ടത്. രാമായണ മാസം എന്നത് വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും ഒപ്പം വറുതിയുടെയും മാസം കൂടിയാണ്. കർക്കിടക മാസത്തിലെ ദുർഘടങ്ങളെ മറികടക്കാൻ പ്രാർത്ഥനയോടെ കേട്ടിരുന്ന ഒരു മാസം എന്നത് പുതുതലമുറയ്ക്ക് വെറും കഥകളിൽ മാത്രം ആവുകയാണ്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.